കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസിലുള്ള ബ്രെഡാണ് കേട്ടോ. അതിൻ്റെ അരികുവശമൊക്കെ നമുക്കൊന്ന് കളയാം. അരികുവശം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ബ്രെഡ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ പൊടിഞ്ഞു പോവാതെ നമ്മളിങ്ങനെ ഇതൊന്ന് പരത്തി എടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ ഇത് പരത്തി എടുക്കുന്ന സമയത്ത് നല്ല ബ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. നല്ല എന്താ പറയുക, കുറച്ച് വലുപ്പമുള്ള സൈസ് ബ്രെഡ് വാങ്ങിച്ചാൽ മതി. എൻ്റെ കയ്യിലുള്ള ബ്രെഡ് അത്ര നല്ലതല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പോകുന്ന ടൈപ്പിലുള്ള. അപ്പം നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക. എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാൻ ന്യൂട്ടല്ലയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ആ ന്യൂട്ടല്ല ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടല്ലക്ക് പകരം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജാമ് വേണമെങ്കിൽ ജാമ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്സ് ചേർത്ത് കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഓരോ റോളും ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ 5 ഞാൻ ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ബട്ടറിന് പകരം നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിന് നിർബന്ധം, നെയ്യിലോ ബട്ടറിലാവുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ 5 ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടല്ല വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് തേനാണ് കേട്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുപ്പോൾ ലാസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഓപ്ഷണലാണ്. ഈ രീതിയിലൊക്കെ സ്നാക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.